റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ച് ധനകാര്യ വകുപ്പ് ഉത്തരവിറക്കി. റബ്ബർ കർഷകരെ സഹായിക്കാനായി റബ്ബർ ഉൽപാദന ഇൻസെന്റീവ് പദ്ധതി പ്രകാരം റബ്ബറിന്റെ താങ്ങുവില കിലോയ്ക്ക് 250 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി. ഡി. സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഉൽപാദന ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കണമെന്ന് കർഷകരും റബ്ബർ ഉൽപാദക സംഘങ്ങളും ജനപ്രതിനിധികളും നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് താങ്ങുവില കിലോഗ്രാമിന് 200 രൂപയിൽ നിന്നും 250 രൂപയാക്കി വർദ്ധിപ്പിച്ചത്. 2026 ജൂലൈ 3 മുതലുള്ള ബില്ലുകൾക്ക് പുതിയ താങ്ങുവില ബാധകമാകും. അതേസമയം കർഷക സ്വപ്നങ്ങളിൽ പച്ച പുതപ്പിച്ച് റബ്ബർ വില കുതിക്കുകയാണ്. ചരിത്രം കുറിച്ച് 300 രൂപ കടന്നേക്കുമെന്ന സൂചന നൽകിയാണ് വിലയിലെ കുതിപ്പ്. ഷീറ്റ് റബ്ബറിനും ലാറ്റക്സിനും റെക്കോർഡ് വിലയ്ക്കാണ് വ്യാപാരം നടക്കുന്നതെങ്കിലും പ്രതികൂല കാലാവസ്ഥയും തൊഴിലാളിക്ഷാമവും കാരണം ഉൽപാദനം കുറവായതിനാൽ ഭൂരിഭാഗത്തിനും വിലവർധനയുടെ പ്രയോജനം ലഭ്യമാകാത്തത് കർഷക പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നുമുണ്ട്. മേന്മയേറിയ RSS 4 റബ്ബറിന് ഇന്നലെ 276 രൂപയായിരുന്നു റബ്ബർ ബോർഡ് വില. RSS 5 ഗ്രേഡ് കിലോയ്ക്ക് 270 രൂപയും തരംതിരിക്കാത്തതിന് 242 രൂപയുമാണ് വില. റബ്ബർ ഷീറ്റിനൊപ്പം ഒട്ടുപാലിനും പ്രിയമേറിയിട്ടുണ്ട്. ഒട്ടുപാൽ വിലയും കുതിക്കുന്നുണ്ട്. 166 രൂപയ്ക്ക് വരെ വ്യാപാരികൾ ഒട്ടുപാൽ വാങ്ങുന്നുണ്ടെന്നാണ് സൂചന. മിക്ക തോട്ടങ്ങളിലും തൊഴിലാളി ക്ഷാമത്തെ തുടർന്ന് ഉൽപാദനം നടക്കാത്തതിന് പുറമെ കാലാവസ്ഥാ വ്യതിയാനം ഉൽപാദനത്തിൽ ഇടിക്കുന്ന ഇടിവും വിലവർധനവിലും കർഷകർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. വർഷകാലമായിട്ടും മഴ മാറി നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്ന കടുത്ത ചൂട് ഉൽപാദനത്തിൽ വലിയ കുറവുണ്ടാക്കുന്നുമുണ്ട്. മഴക്കാലമായതിനാൽ ടാപ്പിംഗ് നടക്കുന്ന തോട്ടങ്ങളും കുറവാണ്. പ്രമുഖ ഉൽപാദക രാജ്യങ്ങളായ തായ്ലാന്റ്, ഇന്തോനേഷ്യ, മലേഷ്യ എന്നിവിടങ്ങളിൽ ഉൽപാദനം കുറഞ്ഞതാണ് രാജ്യാന്തര വിപണിയിൽ റബ്ബറിന് പ്രിയമേറ്റുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.